ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാഹ്, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഇൻക്ലൂഡാക്കിയിട്ടാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിലാഞ്ചി ഉണ്ടാക്കില്ലേ, അതാണ് കേട്ടോ നമ്മളെ ലക്ഷദ്വീപിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ അതിന് വീഡിയോ ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് മുന്നേ, ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ. നമുക്ക് ചെവി പൊടിച്ചിട്ട് ശരിക്കും എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ അതായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ രാവിലത്തെ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് വെക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ ഇപ്പോൾ അടുപ്പത്ത് തന്നെ ഗ്യാസിൽ തന്നെ കേട്ടോ വെക്കണം. അപ്പോൾ ഇടയ്ക്കൊന്നും ഇതുപോലെ ഒന്ന് അടുപ്പത്ത് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിച്ചിട്ടിട്ടുള്ള താഴത്തെ ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. കാരണം കുറേ ദിവസമായിട്ട് അടുപ്പ് കത്തിക്കാതിരിക്കുമ്പോൾ പുക അങ്ങനെ അത്രേ പുക എടുക്കില്ല, എന്നാലും തീ അത്ര കണ്ട് ഉഷാറായിട്ട് വരില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ നേരം മെനക്കെട്ടിട്ടുണ്ടോ ഒന്ന് സെറ്റായി കിട്ടിയത്. അപ്പോൾ അതേ പിന്നെ ഞങ്ങൾ ഇത് എല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, വെട്ടൂരി എന്നൊക്കെ പറയും ഇവിടെ, അപ്പോൾ അല്ലെങ്കിൽ വെട്ട് കഷ്ണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ജലദോഷം ചുമയൊക്കെ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റില്ല, കാരണം ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ട് ഒക്കെ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ലൈവ് ഇടുമ്പോഴോ കണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു ഹോസ്പിറ്റലിൽ പോയോ എന്തായി വിവരങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് എനിക്ക് അതിനൊരു ഇത് കിട്ടിയത് കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ്, അന്നത്തെ രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷം എപ്പോഴാണ് വന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചാടിയും ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം സമാധാനമായിട്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ അത് കറിക്ക് ഇതിൻ്റെ ബീഫിൻ്റെ ഇത് വെച്ചിട്ട് കറി വെക്കാം കേട്ടോ. അപ്പോൾ അത് കഴുകിയെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. നമുക്ക് സാധാരണ ബീഫുണ്ട് കഴുകിയെടുക്കണ പോലെ പെട്ടെന്ന് അങ്ങോട്ട് എളുപ്പമാവില്ല കേട്ടോ. എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടോ നന്നായിട്ട് നോക്കണം. അപ്പോൾ അതൊക്കെ കുറച്ചൊരു സമയം എടുത്തിട്ട് തന്നെയാണ് ആക്കിയത്. മുത്ത് പിന്നെ അവിടെ ലൈവ് ഇടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുത്തുവിൻ്റെ അങ്ങനെ ഹെൽപ്പ് അധികം ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയായിരുന്നു ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടിട്ടിട്ട് കുഴച്ചിട്ട് വെക്കാമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇതാണ് എളുപ്പം തോന്നുന്നു. മറ്റേന് കുറേ നേരം ഗ്യാസിൽ നിൽക്കണ്ടേ, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളത് പെട്ടെന്ന് എളുപ്പമാക്കുന്ന ജോലികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂട്ടിക്ക് പാൽ കൊടുക്കാം, ചൂട്ടിക്ക് പാൽ കൊടുക്കാം. ഒന്നെന്തിയേ ഇനി ഇപ്പോഴും വെക്കുന്നിപ്പോൾ മറ്റേ പാല് മുക്കിയുടെ. ഓ പാവങ്ങള്, ചൂടില്ലല്ലോ അധികം. ഇവിടെ കറുപ്പിന് കാണാനല്ലോ. ഇവിടെ ഇരുത്ത്. എന്താ തരി അവ പന്നി വാർപ്പിൻ്റെ മുട്ട. ഓ എൻ്റെ എടുത്താ ഇനി വേണ്ട വെച്ചിട്ട്. ഓ ഓ പാവുണ്ട്. ആ പിടിച്ച് കൊണ്ടേ സമാധാനായി. കരഞ്ഞിട്ട് ഓടിയൊന്ന് നമ്മളെ പാൽ കൊടുത്തിട്ട് കാര്യമില്ലേ.
വിശക്കുണ്ടാവും പാവം. അല്ല ഓരോരോന്ന് പേടി പാവം കുടിക്കുന്നത്. എന്തോന്നേ ഓ എന്തേ ഇതിന് കുടിക്കാനും അറിയില്ല. എൻ്റെ അമ്മ ഇപ്പോൾ വരും കേട്ടാ. അത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടല്ലേ വരുള്ളൂ. അഞ്ചോടാ തനിക്കുണ്ട് പൊന്നിനെ. പൊന്നിന് തനിക്കുണ്ടാ? പാല് വെച്ചോ? പാല് വെച്ചരാ. പാല് വെച്ചോ? ആ അതാ ഞാൻ എൻ്റെ കുട്ടികൾ ഇതാന്ന് പറയുമ്പോൾ നമ്മളെ മൂത്ത് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ ചാടിപ്പോയപ്പോൾ ഇനി വരില്ല ഇതൊക്കെന്ന് വിചാരിച്ചു. ഇവിടെ 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 അതൊന്നും കുടിക്കൂല. അല്ല ആയിക്കോട്ടെ തീരെയും കുടിക്കൂലേ. അവിടെ പൂട്ടിയാ തടുത്ത് കേട്ടല്ലോ പോവാ. നല്ല ഭാഗ്യമുണ്ട്. ആ തുണിയൊന്ന് മാറ്റിടണം. ഇത് നമ്മളെ വണ്ടിയാ? അത് നമ്മളെ വണ്ടിയാ? അവിടെ വേറെ വണ്ടി ഇരുന്നല്ലോ ഇന്നലെയൊക്കെ. അതാരതാ? മഴ വെച്ചിട്ട് നിറച്ചു കല്ലും കട്ടയും. സേഫല്ല ആകെ വെള്ളം. എൻ്റെ ഫോണിൻ്റെ ഇല്ല കേട്ടാ. ഫോണ് ആ സോറി എൻ്റെ ഫോണിൻ്റെ ഉണ്ട്. മറന്നിട്ട് പറഞ്ഞ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. മൊത്തം വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിക്ക് ഇത്തിരി മൈലേജ് ചെറുതായി ഷോർട്ടുണ്ട്. അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിക്കും ക്യാനിലടിച്ചോണ്ട്. അപ്പോൾ ഞങ്ങളത് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ചാമയും പനിയൊക്കെ ആയിട്ട് ഇല്ല ചാമയും റൂമിൽ ബെഡ്റൂമിലുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകട്ടോ. ആ ചേട്ടന് ഭയങ്കര പേടിയാണ്. ഞാൻ സ്കൂട്ടിയിട്ട് വരുമ്പോഴേ തന്നെ നിക്ക് 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 മോളെ നിക്ക് മോളെ വേവയ്ക്ക് പോണേ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹോസ്പിറ്റലിലേക്ക് പോകണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ? ഞങ്ങള് യൂണിറ്റിലാണ് കാണിച്ചത്. പിന്നെ ഞാൻ തീരെ ഗവൺമെന്റിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും ഗവൺമെന്റിനെ കാണിച്ചിട്ട് നല്ല ട്രീറ്റ്മെന്റ് ആണ്, പഴയ പോലെ നല്ലതെന്നൊക്കെ പറഞ്ഞു എന്നിങ്ങനെ മൂട്ടി ഇത് ഞാനിങ്ങനെ വലിയ വലിയ പണക്കാര് വരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വെറുതെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പൈസ കളയണം. അതാണ് ഞാൻ ചോദിച്ചത്.
ഒന്നാമത് പൊന്നാനി ഹോസ്പിറ്റലാണ്. കാരണം ഇതേവരെ നെഗറ്റീവ് വന്നിട്ടില്ല, വരാണ്ടിരിക്കട്ടെ, വന്നിട്ടില്ല. അത് പൊന്നാനി എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലില് ആ ഗർഭം എടുക്കുന്ന ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ പ്രസവത്തിന്റെ ഹോസ്പിറ്റലാണത്. അവിടെ പ്രസവത്തിന്റെ ഹോസ്പിറ്റൽ പ്രസവം മാത്രമേ എടുക്കുകയുള്ളൂ, വേറെ ഒന്നും നോക്കൂല. അങ്ങനത്തെ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്, 3 നില 4 നില ഹോസ്പിറ്റലാണ്. ജെൻസിനെ കയറ്റും, കാണാനും ഇതാക്കാനും ഒക്കെ കയറ്റും. അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അറിയില്ല. അതൊക്കെ അന്വേഷിക്കണം പോയിട്ട് അവിടെ പോയി. നമുക്ക് ഡോക്ടറുടെ ആദ്യം സംസാരിക്കണം. എനിക്ക് അതാണ് മെയിനായിട്ട് വേണ്ടത്. ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് പോയിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ബന്ധപ്പെട്ട് പഠിക്കാനാ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് ഇനി പോകുന്ന ഡേറ്റ് 12-ാം തീയതിയൊക്കെയാണ്. ഇപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചത് 12-ാം തീയതി. അപ്പം അതിൻ്റെ മുന്നേ ഇവിടെ നോക്കാം. ഡോക്ടർക്ക് നമുക്ക് സംസാരിച്ചിട്ട് കാര്യങ്ങൾ മാത്രം അവരൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല, എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പൊന്നാനി ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ അറിവുണ്ട്. കാരണം അതിനായിട്ടൊരു ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാരണം അവർ ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കുള്ളൂ. നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്, തിരുച്ചിബാവ ഹോസ്പിറ്റലാണ്. പിന്നെന്താ ഇപ്പോൾ അവിടുത്തെ ആരും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വിളിച്ച് ചോദിച്ചവരൊക്കെ അവിടെ കാണിച്ചുകൊണ്ടെന്നാണ് പറഞ്ഞത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അതുമല്ല ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മളെ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരെ ആക്കിയിട്ട് പിന്നെ എന്തോ ഒരു പൈസ അവിടുന്ന് കിട്ടും. വീട്ടിലേക്ക് ആക്കിയില്ലെങ്കിൽ അവിടുന്ന് കാശ് ഇട്ടില്ല, കുഴപ്പമൊന്നും നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാൽ മതി. എനിക്ക് മാത്രമായിട്ട് ടെൻഷനുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് പോയിട്ട് പരിചയമുള്ള, അതുകൊണ്ടാണ് ഓരോരുത്തർ ഫെസിലിറ്റി ഉണ്ടായിട്ട് നമ്മൾ അവിടെ കാണിക്കാത്ത മോശമല്ലേ. അല്ല, ഫ്രണ്ട്സുകളൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞിട്ടുള്ളൊരു പരിചയമുണ്ട്. അതായിട്ടാണ് അവരുടെ ഒരു പറഞ്ഞതിലായിട്ടാണ് ഞങ്ങൾ പോവാൻ ഞങ്ങൾ എണ്ണ അടിക്കാൻ കയറി. പെട്രോൾ 210. പിന്നെ ഇപ്പോൾ നിങ്ങളെ ഫുഡ് കഴിക്കണ കാര്യങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ. കാരണം പിന്നെ ഉച്ചയമ്മ വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയം കിട്ടിയില്ല, തിരക്കായി. പിന്നെ ക്ലീൻ ചെയ്യലും ഡ്രസ്സ് മാറലും കുളിയും ഡ്രസ്സ് മാറലും നിസ്കാരം അങ്ങനെയുള്ളതായിട്ട് കുറേയൊക്കെ പെട്ടെന്നായിപ്പോയി. അതുകൊണ്ട് ഫുഡ് കഴിക്കണമെന്നൊന്നും വീഡിയോ എടുത്തില്ല. പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങനെ റെഡിയായി ഇറങ്ങി കേട്ടോ. പിന്നെ ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൺ വോയിസിൽ തന്നെ ഡയറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കണ്ട് വന്നതിന് ശേഷം വരുമ്പോൾ അവിടെ ഹാർബർ ഉണ്ട് പറഞ്ഞു. ഞാൻ ഈ പൊന്നാനി ഹാർബറിലൊന്നും പോയിട്ടില്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ ഇതുപോലെ കർമ്മ റോഡ് വരെ പോയിട്ടുണ്ടെങ്കിൽ ഹാർബറിലൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്കതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്താണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചപ്പോൾ ഞാൻ വേറെ കോളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് മുത്തുവാണേ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനുള്ളിൽ വീഡിയോ എടുത്ത കാരണമാണ് ഇത്ര ഒരു ക്ലിയറില്ലാണ്ടൊക്കെ ആയിട്ട് കിട്ടിയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല എന്തായിട്ട് കാണാനായിട്ട്. പിന്നെ കർമ്മ റോഡിൽ ഉള്ള അവസ്ഥയുണ്ട്, വെള്ളം നന്നായിട്ട് നിറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും തിരയടിക്കുന്ന പോലെ ഇരുന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അത്രയും വെള്ളം നിറഞ്ഞിട്ടുണ്ടാവില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിവിടെ നിന്ന് സൈഡാക്കിയിട്ട് വീഡിയോ എടുത്തിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത്രയും ഇതുണ്ട്, വെള്ളമൊക്കെ അങ്ങനെ കലങ്ങിയിരിക്കണം കേട്ടോ, അങ്ങനെ തെളിഞ്ഞ വെള്ളമൊന്നുമല്ല. അപ്പോൾ കാരണം പഠിപ്പിച്ച് നല്ല മഴയൊക്കെ പെയ്ത കാരണം. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത് കർമ്മ റോഡിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങനെ ഡോക്ടർക്ക് പോയായിരുന്നു കേട്ടോ. പോയിട്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ മറ്റേ യൂണിറ്റിലല്ല കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ അമ്പാടി ഹോസ്പിറ്റലിൽ 5-ാം മാസത്തിൽ സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോയതാണ്. പോയിട്ട് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാം. പിന്നെ ഇവിടെ എല്ലാവരും കാണിക്കാമെന്നൊക്കെ പറഞ്ഞ കാരണം ഞങ്ങളെല്ലാം കൂടിയിട്ട് പിന്നെ എനിക്ക് ചുമയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ട് വന്ന കേട്ടോ ഡോക്ടറെ അടുത്ത്. അപ്പോൾ പറഞ്ഞ നമുക്ക് പിന്നെ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് തന്നിട്ടുണ്ട്. അത് ആ ടെസ്റ്റ് അവിടെ നിന്ന് ചെയ്യാൻ ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ അവർ ഇവിടേക്ക് റിസൾട്ട് അയച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. റിസൾട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ജലദോഷം ക്ലൈമറ്റിൻ്റെ ആണ്, അതിനുള്ള ടാബ്ലറ്റും ഞാൻ വീട്ടിൽ തന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളിവിടെ വന്നതിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങള് വെറുതെ ഇവിടെ ഇങ്ങനെ കേറിയത്, ഹാർബറിൽ കയറി. ഹാർബർ അടച്ചിട്ടിരിക്കണ്, ആകെ പൊളിഞ്ഞ് ആകെ ഇല്ലാണ്ടായിക്കണ്. അത് കഴിഞ്ഞ് നല്ല വെള്ളം കുടിക്കണം. പക്ഷെ നമ്മള് എന്ന് വന്നിട്ടൊന്നും ഇത്ര ഭംഗിയില് കണ്ടില്ല. അപ്പൊ ശരിക്കും നല്ല തിര അടിക്കുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. തിര അടിക്കല്ല, കാറ്റുകൊണ്ടാണ് വരുന്നത്. നല്ല കാറ്റുണ്ട്. പിന്നെ നല്ല ഓളങ്ങൾ നല്ലോണം ഉണ്ട്. ഇപ്പൊ വെള്ളം കൂടുതലാണ്, നല്ല കൂടുതലാണ് വെള്ളം. വെള്ളം കൂടിന്റെ ആവും അങ്ങനെ ഒരു തിരടിക്കുന്ന പോലെ തോന്നുന്നത്. പക്ഷെ ഇത് കടലിൽ മാറ്റുന്ന തീരെ ടച്ചില്ലേ. പിന്നെ ഇത് ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്ക്. ഈ വെള്ളം കുടിച്ചാൽ ഉപ്പുരസാണ്. കുടിക്കാൻ പറ്റിയ വെള്ളം അല്ല, ഈ വെള്ളം തൊട്ടാൻ വെച്ചാൽ മതി. ഉപ്പുരസം പാൽച്ചായ പോലെ ഉണ്ട്. ആ ഇതാ പാലതാ, ചമറോട്ടം പാലോ. അതിന്റെ അപ്പുറത്ത് മറ്റേതാണ്, ഏത് നല്ല വെള്ളം, ഉപ്പില്ലാത്ത വെള്ളം. അതിന്റെ അപ്പുറത്താണ് ഉപ്പുള്ള വെള്ളം. അതിന്റെ അപ്പുറത്തു നിന്നാണ് കുടിവെള്ളം കൊണ്ടുപോകുന്നത്. എവിടേക്ക് മറ്റേ ഇപ്പൊ നമ്മളവിടേക്ക് വാട്ടറിന്റെ ഇതൊക്കെ വരുന്നില്ലേ, അങ്ങോട്ടും. പിന്നെ ഈ പമ്പ് ഹൗസിലേക്കൊക്കെ വെള്ളം പോണത് ഇവിടെ നിന്നാണ്. പിന്നെ വലിയ എത്രയോ നല്ല വലിപ്പമുള്ളൊരു കുടിവെള്ള പദ്ധതി നമ്മളെ നെരിപ്പറമ്പ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ പമ്പ് ഹൗസിന്റെ അവിടെ വരുന്നുണ്ട്. അതൊക്കെ വന്നിക്കണ് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ആ പമ്പ് ഹൗസിൽ നിന്ന് ആ വെള്ളമൊക്കെ എടുക്കുന്നത് ഈ പുഴയിൽ നിന്നാണ്, അപ്പുറത്ത് നിന്നിട്ടാ, പാലത്തിന്റെ അപ്പുറത്തുനിന്ന്. ഇപ്പുറത്ത് ഫുള്ള് മറ്റേ ഉപ്പുവെള്ളമാണ്. കാരണം കടലിലത്തെ വെള്ളം വേലിയായിട്ടും വേലിയിറക്കൊക്കെ വരും. അവിടെ നിന്നുള്ള വെള്ളം ഷട്ടർ തുറന്ന് അങ്ങോട്ടല്ലേ വരുന്നത്, അങ്ങോട്ട് കയറുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പുറത്തെ വെള്ളം നല്ല വെള്ളം, ഇപ്പുറത്തെ വെള്ളം ഇത് മറ്റേ ഉപ്പുരസമുള്ള വെള്ളം. പിന്നെന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് നേരെ ചെന്നിട്ട് കൂട്ടായി, പൊന്നാനി കൂട്ടായി അപ്പുറത്തേക്കാണ് പോണത്. അപ്പുറത്ത് കൂട്ടായി ജങ്കാറിൽ പോയാൽ കൂട്ടായി. ഇതാണ് മറ്റേ പുഴന്റെ അവസ്ഥ, ഭാരതം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ ഇനി ഞങ്ങള് തിരിച്ച് വീട്ടിൽ തന്നെ പോവാൻ നിൽക്കാണ്. ഒരു പരിപ്പാടിയും ചായ ഒക്കെ കുടിച്ചിട്ട്. കുറെ ദിവസമായി പരിപ്പാടിയും ചായ. കുറെ ദിവസമല്ല, കഴിഞ്ഞ പ്രാവശ്യം കുടിച്ചിരിക്കണ് പരിപ്പാടിയും ചായയും. എവിടെ പോയിട്ടാണ് പരിപ്പാടിയും ചായയും മിഞ്ഞാന്നോ 4-ാം നേട്ടം കുടിച്ചത്? ഉഴുന്നോടെ വാങ്ങിച്ചു തന്നില്ല. അല്ലല്ല, പരിപ്പാട ഞാൻ പോയതക്കത്തിന് പൈസ മാറാൻ പോയാണ്ടി പോയതക്കത്തിന് പരിപ്പാട വാങ്ങി തന്നിക്കണം അല്ലേ. അത് എന്നിട്ട് ലാസ്റ്റ് ഒരു ചെറിയ പൊട്ടി എനിക്ക് തന്നു. അതേമാതിരി ഉഴുന്നോട തിന്നതില് ഇതായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഈ പരിപ്പാടിയും ചായയും തിന്നിട്ട് ഞങ്ങള് നേരെ വീട്ടിൽ പോകും. നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കണമല്ലോ, ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവര് ഇപ്പൊ എല്ലാ ടെസ്റ്റിന്റെയും അവര് നോർമലി ചെയ്യുന്ന 5-ാം മാസം വരെ എല്ലാ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഷുഗറിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഗ്ലൂക്കോസിന്റെ പൗഡർ കഴിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ അത് ചെയ്തിട്ടില്ല. അപ്പൊ എഴുതുന്നിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ അത് ഇപ്പൊ ചെയ്തിട്ട് പിന്നെ പോയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവർ ചോദിക്കും. അപ്പൊ പിന്നെ അതിന് ചെയ്യാൻ വേണ്ടിയുള്ള സമയം പിന്നെയും കളയും. അപ്പോൾ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് പോലെ നാളെ രാവിലെ, കാരണം ഫുഡ് കഴിക്കാതെ എടുക്കണ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് അങ്ങനെ അത് വാങ്ങിച്ചില്ലല്ലോ, അത് വാങ്ങിച്ചിട്ട് കുടിച്ചിട്ട് വേണം കഴിക്കാന്നോ വെള്ളത്തിൽ കുടിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഴ നല്ല കണക്കാണ്, എല്ലാരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക. നമുക്കിനി മറ്റേ ഇവിടെ ഒന്ന് കയറണം, ഇവിടെ എന്താ പറയാ ഹോസ്റ്റലിൽ കയറണം, പിന്നെ മെഡിസിൻ വാങ്ങണം, അങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്താം. എന്തായാലും ദുആ ചെയ്യും എല്ലാവരും, കുഴപ്പമൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം നേരായിട്ട് നടക്കാനൊക്കെ. മസാല കൊണ്ട് പഴംപൊരി ഇല്ല ഞാനിത് എടുത്തു വരാം. ഇത് കുടി ചായ ഫ്രണ്ട് അവിടെ വെക്ക്. ഒന്നും അടിച്ചിട്ടുള്ളോ? അവിടെ വെക്ക്, അവിടെ വെക്ക്. ഞാനിത് എടുത്തു വരാം. ചട്നി ഉണ്ട് അവിടെ വെച്ചോ, ചട്നി ഉണ്ട്.
വലിയ ചായ കുടിക്കുന്നത് അവർ കൂടെ ചുമ അങ്ങനെ കട്ടിയൊന്നും നല്ല ടേസ്റ്റ് ഉണ്ട്.